നമസ്കാരം. കഴിഞ്ഞ 10 കൊല്ലവും മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ചില ജീവികളും വ്യക്തികളും സംഘടനകളുമൊക്കെ ഇപ്പോൾ മാളത്തിൽ നിന്നും മെല്ലെ മെല്ലെ തലകൾ പുറത്തേക്കിട്ട് കലവില കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊരാളാണ് VM സുധീരൻ. പിന്നെ ചില ക്രിസ്ത്യൻ സഭകൾ. അതിലൊരു സഭയാണ് ഓർത്തഡോക്സ് സഭ. ഞാനൊരു ഓർത്തഡോക്സ് സഭ അംഗമാണ്, വിശ്വാസിയാണ്. മദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ 10 കൊല്ലവും തല പുറത്തേക്ക് കാണിക്കാതിരുന്ന ടീമുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഇവർക്കൊന്നും നാവില്ലായിരുന്നു, ഇവരൊന്നും കാണാൻ കൂടി നമുക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോൾ എന്താണ് പ്രശ്നം ഇതാണ്. ശ്രീ വി. ഡി. സതീശൻ പറഞ്ഞു, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ആലോചനയുണ്ട് എന്ന്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ആലോചനയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ആദർശധീരനായിട്ടുള്ള VM സുധീരൻ കയറി ചാടി പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേരളം നശിക്കും. കേരളത്തിലെ യുവാക്കൾ മുഴുവൻ, ചെറുപ്പക്കാർ മുഴുവൻ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മദ്യപാനികളായിട്ട് മാറും. ഇതുവരെ മദ്യം കുടിക്കാത്ത ആൾക്കാർ പോലും മദ്യം കുടിക്കും. അങ്ങനെ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ അടിച്ച് പൂസായിക്കിൻ്റായി വഴിയരികിൽ കിടക്കും. കാരണം ഏതെങ്കിലും ഒരു സാധനം വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ മലയാളികൾ വാങ്ങി അങ്ങ് ഉപയോഗിക്കും. മലയാളികൾ കള്ള് കണ്ടു കഴിഞ്ഞാൽ പോയും കുടിക്കും. മലയാളികളുടെ കാര്യമല്ല, ഈ വിദ്വാൻമാർ, സുധീരനും ഓർത്തഡോക്സ് പോലെയുള്ള അവരുടെയൊക്കെ ആൾക്കാർ പറയുന്ന അവരുടെ ധാരണയാണ് ഈ പറയുന്നത്. കേരളത്തിൽ മദ്യം വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും മദ്യപാനികളായിട്ട് മാറുമെന്ന് അവരും കരുതുന്നു. ഒരുപക്ഷെ ഇവർക്ക് പോലും കൺട്രോൾ കാണില്ല. വില കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കുടിക്കും എന്ന് അവർക്കൊരു പേടി കാണും. എനിക്കിവിടെ പറയാനുള്ളത് ഒന്നാമത് VM സുധീരനെ കുറിച്ചാണ്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാവി നശിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണത്തുടർച്ച ഇല്ലാതാക്കി കേരള ഭരണം പിണറായി വിജയൻ്റെ കയ്യിലേക്ക് ഒരു താലത്തിൽ എടുത്തു കൊടുത്തത്. നിങ്ങൾ ആലോചിക്കണം, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുമാനത്തിൽ, എൻ്റെ ഒരു അറിവിൽ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇന്നേ വരെ കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ആദർശം, അദ്ദേഹത്തിൻ്റെ സംസാര രീതി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത, ജനങ്ങളോടുള്ള കരുതൽ, ജനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട സുതാര്യതയുള്ള ഒരു മുഖ്യമന്ത്രി, സ്വന്തം ഓഫീസിൽ ക്യാമറ വരെ വെച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഭരണങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചതും, അദ്ദേഹത്തിൻ്റെ സമയത്ത് വളരെ വലിയ ചില പ്രൊജക്റ്റുകൾ വരികയും അത് വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം ഉത്സാഹിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അദ്ദേഹം നേരിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തി ഒരുപാട് ആൾക്കാർക്ക് അതുമൂലം ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ കയറുന്നത് നേരിയ ഭൂരിപക്ഷത്തിനാണ്. ആ സമയത്ത് VS അച്യുതാനന്ദനാണ് പ്രതിപക്ഷ നേതാവ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4 സീറ്റിൻ്റെയോ മറ്റോ ഭൂരിപക്ഷമേ ഉള്ളൂ. 69ഉം 71ഉമാണോ അതോ 68ഉം 72ഉമാണോ എനിക്കറിയില്ല. അത്രമാത്രമേ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു, ഇത് ആയുസ്സെത്താതെ ചാകാൻ പോകുന്ന കുഞ്ഞാണ്, ഇത് പെട്ടെന്ന് തന്നെ ചത്തുപോകും, 6 മാസം പോലും ഈ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. പക്ഷേ അച്യുതാനന്ദനെ ഞെട്ടിച്ചുകൊണ്ട് 5 കൊല്ലം തികച്ചും ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ചു. ഇടയ്ക്ക് വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF വിജയിച്ചു. ഇടയ്ക്ക് വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDFനായിരുന്നു മുൻതൂക്കം. അങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് പാർട്ടിക്കും ജനങ്ങൾക്കും, അതായത് കോൺഗ്രസ് പാർട്ടിക്കും UDFനും ജനങ്ങൾക്കുമെല്ലാം ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം കൊണ്ടുവരാൻ ആർക്കും പറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് CPM ഒരു സ്ത്രീയെ കൊണ്ടുവന്നത്. ഏതോ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് ആ ഫോട്ടോയ്ക്ക് പിന്നാലെ നിറം പിടിപ്പിച്ച കഥകളൊക്കെ ഉണ്ടാക്കി അവർ കുറേ ശ്രമിച്ചു, ഒരു ഗുണവും ഉണ്ടായില്ല. അവർ ഈ കഥകളൊക്കെ നന്നായിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പുകൾ വന്നത്. അപ്പോഴെല്ലാം UDF തന്നെ ജയിച്ചു. അങ്ങനെ സകല പ്രതീക്ഷകളും കൈവിട്ട്, അതായത് LDF ഒരുപാട് സമരപരിപാടികൾ നടത്തി, ഒരുപാട് കലാപരിപാടികൾ നടത്തി, ഒരുപാട് ഹർത്താലുകൾ നടത്തി, ഈ സ്ത്രീയെ കൊണ്ടുവന്ന് കഥകളുണ്ടാക്കി, ഒരുപാട് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ നാറ്റിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും വിജയിച്ചില്ല. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഇമേജ് തകർക്കാൻ പറ്റില്ല എന്നും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന തുടർഭരണം തങ്ങൾക്ക് തടയാൻ പറ്റില്ല എന്നുമെല്ലാം ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കി അദ്ദേഹം ഏതാണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് LDFന് വേണ്ടി ഒരു പടയാളിയായിട്ട് VM സുധീരൻ രംഗത്തിറങ്ങിയത്. ശ്രീ ഉമ്മൻചാണ്ടി ആ സമയത്ത് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് 700ഓളം ബാറുകളുണ്ട്. അതിൽ 300 ബാറുകൾ താൽക്കാലികമായിട്ട്
അടച്ചുപൂട്ടി. അതായത് എക്സൈസുകാർ കയറി പരിശോധന നടത്തിയപ്പോൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വൃത്തിയില്ലാതെ ഒക്കെ നടത്തുന്ന ബാറുകൾ കണ്ടെത്തി അവയ്ക്ക് നോട്ടീസ് കൊടുത്തിട്ട് അടച്ചുപൂട്ടി. പ്രോപ്പർ രീതിയിൽ ബാറുകൾ നടത്താമെങ്കിൽ നിങ്ങൾക്ക് തുടരാം. അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ റിനോവേറ്റ് ചെയ്ത് ശരിയായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് വൃത്തിയിലും മെനയിലും നടത്താമെങ്കിൽ നിങ്ങൾക്ക് നടത്താം. അതിന് അവർക്ക് സമയം കൊടുത്തു. അങ്ങനെ താൽക്കാലികമായിട്ട് ഏതാണ്ട് 300 ബാറുകൾ അടച്ചുപൂട്ടിയ സമയത്താണ് ആദർശധീരനായ ശ്രീ വി എം സുധീരൻ പിണറായിക്ക് വേണ്ടി അല്ലെങ്കിൽ LDF വേണ്ടി രംഗത്തിറങ്ങുന്നത്. രംഗത്തിറങ്ങിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണ്? അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതാണ്: ഈ അടച്ചുപൂട്ടിയ ബാറുകൾ ഇനി തുറക്കാൻ പാടില്ല. 700 ബാറുകൾ കേരളത്തിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അത് താൽക്കാലികമായിട്ട് അടച്ചുപൂട്ടിയത് വൃത്തിയായിട്ട് നടത്താൻ വേണ്ടിയാണ്. അത് അടച്ചു പൂട്ടുന്നതിന് മുമ്പ് വന്നിട്ട് പറയുകയാണ് ഈ ബാറുകളെല്ലാം അടച്ചു പൂട്ടണം എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എതിര് പറയത്തില്ല. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും, പറഞ്ഞോട്ടെ. ഇത് സർക്കാർ റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി അടച്ചുപൂട്ടിയ ബാറുകൾ ഇനി തുറക്കരുത് എന്നതായിരുന്നു ഡിമാൻഡ്. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ അതെങ്ങനെ പറ്റും? അവർ ലൈസൻസ് ഫീ തന്ന ആൾക്കാരാണ്. തുറന്ന് പ്രവർത്തിക്കുന്ന ബാറുകളെ പോലെ തന്നെ ഇവരും ലൈസൻസ് ഫീ തന്ന് സർക്കാരിന് കാശൊക്കെ തന്നിട്ട് തുടങ്ങിയവരാണ്. പക്ഷേ അവർ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ്. അവർ ശരിയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് തുടരാം, ഇല്ലെങ്കിൽ പിന്നീട് അടച്ചുപൂട്ടും. പിന്നീട് അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കില്ല. അങ്ങനെ ഒരു നിലപാടാണ് ഉമ്മൻചാണ്ടി എടുത്തത്. പക്ഷേ വി എം സുധീരൻ്റെ ലക്ഷ്യം ബാറോ മദ്യപാനമോ ഒന്നും ആയിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഇമേജ് തകർക്കുക എന്നത് മാത്രമായിരുന്നു. കാരണം പിണറായി വിജയനും കൂട്ടരും നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഞാനൊന്ന് നടത്തിയെടുക്കും എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. അന്നും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുറേ ക്രിസ്ത്യൻ സഭകൾ, വാലും തലയും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത കുറച്ച് ക്രിസ്ത്യൻ സഭകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങി. അവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി സമരം ചെയ്യാൻ തുടങ്ങി. അതായത് കോൺഗ്രസ് പാർട്ടി തന്നെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ സമരം ചെയ്യുക. ഉമ്മൻചാണ്ടി സർക്കാർ ഈ ബാറുകൾ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്ത് അതിശക്തമായ സമരം. അപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ മദ്യവിരോധികളെല്ലാം ഇവരുടെ പിന്നാലെ കൂടി. ഇവിടുത്തെ ബിവറേജുകൾ മൊത്തം അടച്ചു പൂട്ടണമെന്നോ മൊത്തം ബാറുകളും അടച്ചു പൂട്ടണമെന്നോ കള്ള് ഷാപ്പ് പാടില്ല എന്നൊന്നുമല്ല അവരുടെ ആവശ്യം. ഈ പൂട്ടിയ 300 ബാറുകൾ തുറക്കരുത്. അപ്പം ബാക്കി ബാറിൽ പോയി കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ബിവറേജ് തുറന്നിരിക്കുകയാണ്, അവിടെ പോയി കുടിച്ചുകൂടെ? കള്ള് ഷാപ്പ് തുറന്നിരിക്കുകയാണ്, അവിടെ പോയി കുടിച്ചുകൂടെ? അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ 300 ബാർ ഇനി തുറക്കരുത്. ഈ 300 ബാറിൽ കുടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെ അവർ സമരം ഇൻറ്റൻസിഫൈ ചെയ്തപ്പോൾ ഒടുവിൽ എല്ലാവരും ഉമ്മൻചാണ്ടിയെ മദ്യലോബിയുടെ ആളാക്കിയൊക്കെ മാറ്റി പത്രക്കാരുമൊക്കെ എഴുതി. ഉമ്മൻചാണ്ടി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ മാത്രം എന്തിനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്? ഞാനും നിങ്ങളോട് ചേരുകയാണ്. നമുക്കിവിടെ ബാറേ വേണ്ട. ഈ അടച്ചുപൂട്ടിയ ബാറുകൾ മാത്രമല്ല, തുറന്നിരുന്ന ബാറുകളും അടച്ചു പൂട്ടാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. സത്യം പറഞ്ഞാൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ബാറുകൾ തുടങ്ങിയ ആൾക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർ ലൈസൻസ് ഫീ കൊടുത്തിട്ടാണ് തുടങ്ങിയത്. എന്നാൽ അങ്ങനെ തുടങ്ങിയ കുറേ ബാറുകൾ മാത്രം അടച്ചു പൂട്ടുക, ബാക്കിയുള്ളവർ പൈസ ഉണ്ടാക്കുക. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഇവിടെ ബാറുകൾ വേണ്ട എന്നുള്ളതാണെങ്കിൽ ഈ 300 അല്ല 700 ബാർ നമുക്ക് വേണ്ട. എല്ലാ ബാറുകളും അടച്ചു പൂട്ടാൻ ഉമ്മൻചാണ്ടി തീരുമാനമെടുത്തു. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും കുറേശ്ശെയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച് ആ സമയത്ത് അദ്ദേഹം ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നും മാണി സാറ് പണം വാങ്ങിയെന്നും ബാബു എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം വാങ്ങിയെന്നും ഒക്കെ ഒരുപാട് ആരോപണങ്ങളും കഥകളും ഒക്കെ വന്നു. അതെല്ലാം പിന്നീട് കള്ളമാണെന്ന് കാലം തെളിയിച്ചു. എന്തായാലും ശരി, സുധീരൻ്റെ ആ ഒരു പ്രയത്നം ഫലം കണ്ടു. ഉറപ്പായിട്ടും തുടർഭരണം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഇമേജ് സർക്കാരിൻ്റെ അവസാന നാളുകളിൽ നല്ലപോലെ ഈ ബാർ വിഷയം മൂലം തകർന്നു. പല ആൾക്കാരും ഇവർ പ്രചരിപ്പിച്ച കള്ളക്കഥകളൊക്കെ വിശ്വസിച്ച് ഡെഫിനറ്റായിട്ടും ഒരു തുടർച്ച ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് തുടരാൻ സാധിച്ചില്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തെ വളരെ നല്ല നിലയിൽ നയിച്ച് വളരെ വലിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സർക്കാരിൻ്റെ ഭരണം ഇല്ലാതാക്കിയ വ്യക്തിയാണ് ശ്രീ വി എം സുധീരൻ. അദ്ദേഹം ആ സമയത്ത് ഈ ബാർ വിഷയമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഭരണം, അതായത് UDF ഇപ്പോൾ കിട്ടിയൊരു ഭരണം നമുക്ക് വലിയ ത്രില്ലൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. കാരണം എനിക്ക് നല്ല ഉറപ്പാണ്, ഉമ്മൻചാണ്ടി തന്നെ തുടർന്ന് ഭരിച്ചേനെ, UDF തന്നെ ആ സമയം ഇതിൽ ഇങ്ങോട്ട് തുടർന്ന് ഭരിച്ചേനെ, ഇന്ന് കേരളത്തിൻ്റെ ഭാവി തന്നെ, ഈ സമയം കൊണ്ട് കേരളത്തിൻ്റെ ഒരു ഭാവി തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോയേനെ. അത്രയ്ക്ക് വലിയ മാറ്റവും വികസനവും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നു. അതെല്ലാം കൊണ്ട് തുലച്ച വ്യക്തിയാണ് ശ്രീ വി എം സുധീരൻ. ഇപ്പോൾ അദ്ദേഹം വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്
അല്പം വില കുറച്ച് മദ്യം കഴിക്കാൻ പറ്റും. അതായത് നമ്മുടെ സർക്കാർ മദ്യം വിൽക്കുന്നുണ്ട്. ആ മദ്യം വിൽക്കുന്നത് ഇവിടുത്തെ മദ്യപാനികൾക്ക് കുടിക്കാൻ വേണ്ടിയാണ്. അവരെ കൊള്ളയടിച്ച് അവരുടെ പോക്കറ്റിലുള്ള പണം മൊത്തം ഊറ്റിയെടുത്ത് അവർക്കൊരു ശീലമുണ്ട്. കഷ്ടകാലത്തിന് അവർക്കൊരു ശീലമുണ്ട്, മദ്യപിക്കുന്ന ശീലം. എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് മദ്യം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനികൾ കൂടെ മദ്യം വിൽക്കാൻ പറ്റില്ല. സർക്കാർ മാത്രമേ വിൽക്കുകയുള്ളൂ. അങ്ങനെ വിൽക്കുന്ന മദ്യത്തിന് ലോകത്തെങ്ങുമില്ലാത്ത വിലയാണ് ഇവർ വാങ്ങുന്നത്. നമ്മുടെ ഇന്ത്യൻ നിർമ്മിത മദ്യം, ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വളരെ വിലക്കുറവിൽ അവിടെ കിട്ടും. ഇപ്പോൾ ഒരു ഓൾഡ് മങ്ക് റമ്മ് ഇവിടെ 1000 രൂപയോളം കൊടുക്കണമെങ്കിൽ ദുബായിൽ അതിന് 300 രൂപ, ചിലപ്പോൾ ഓഫർ വരുന്ന സമയത്ത് 200 രൂപയൊക്കെ ഉള്ളൂ. ഇന്ത്യൻ റുപ്പീസിൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു സാധാരണക്കാരൻ കൂലിപ്പണിക്ക് പോകുന്നവന് ഒരല്പം മദ്യം കുടിക്കണമെങ്കിൽ അവൻ കൊള്ള വില കൊടുക്കണം. അങ്ങനെ കൊള്ള വില നമ്മുടെ നാട്ടിലെ ആൾക്കാരിൽ നിന്ന് ഈടാക്കി സർക്കാർ നടത്തുന്ന ഈ അതിക്രമം യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും കുറയ്ക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ശ്രീ വി ഡി സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഞങ്ങൾ നികുതി കുറയ്ക്കും എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഒരു അഭിനയിക്കുന്ന വ്യക്തിയല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ നേർചിത്രം അദ്ദേഹം പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് ബോധ്യമുണ്ട്. എന്നാൽ ഇവിടെ ചില കപട സദാചാരവാദികൾ, ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയുടെ വക്താക്കൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ഇവരൊക്കെ കപട സദാചാരവാദികളാണ്. ഇവർക്ക് റിയാലിറ്റി അറിഞ്ഞുകൂടാ. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് മദ്യത്തിനുണ്ട്. ഞാനിപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയുടെ തിരുമേനിമാരോട് പറയുകയാണ്, നിങ്ങൾ മദ്യത്തിനെതിരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സഭയിലെ ആൾക്കാരെയെങ്കിലും നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റാത്തത്? ഓർത്തഡോക്സ് സഭയിലെ ഒരൊറ്റ വ്യക്തി പോലും മദ്യപിക്കുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ആ സഭയുടെ തിരുമേനിമാർക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് സഭകളുടെ ലക്ഷ്യമൊന്നും വ്യക്തികളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെ കൊണ്ട് എങ്ങനെ കൂടുതൽ തങ്ങൾക്ക് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാം, ഈ സ്ഥാപനം എങ്ങനെ കൂടുതൽ ഭംഗിയായിട്ട് നടത്താം എന്നത് മാത്രമാണ്. എന്തിനേറെ ഇന്ന് നമ്മുടെ കേരളത്തിൽ മദ്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ വലിയ ദുരിതമുണ്ടാക്കുന്നത് ഇവരൊക്കെ തന്നെ നടത്തുന്ന ആശുപത്രികളല്ലേ. അലോപ്പതി ആശുപത്രികൾ ഉണ്ടാക്കുന്ന അത്രയും പ്രശ്നം മദ്യം ഉണ്ടാക്കുന്നുണ്ടോ? എത്രയെത്ര ആൾക്കാരാണ് ഇവരൊക്കെ കൊടുക്കുന്ന ചികിത്സ മൂലം ജീവിതം ദുരിതത്തിലായിട്ട് പോകുന്നത്? അപ്പോൾ ഇവിടെ ശ്രീ വി ഡി സതീശനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുമെന്ന് പറയുന്ന കപട സദാചാരവാദങ്ങൾക്ക് താങ്കൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. എനിക്കിത്രേ പറയാനുള്ളൂ. ഇവിടെ സർക്കാരാണ് മദ്യം വിൽക്കുന്നതെങ്കിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് വിൽക്കാൻ പാടില്ല. ജനങ്ങൾക്ക് ഏതൊരു സാധനവും ന്യായമായ വിലയ്ക്ക് കിട്ടണം. ഇവരൊക്കെ അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവർ തന്നെ കാണുന്നതാണ്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ മദ്യം വാങ്ങാൻ കിട്ടും. ഇവിടുത്തെ കൂട്ട് പോയിട്ട് ക്യൂ നിന്ന് ഏതെങ്കിലും ഒരു വൃത്തികെട്ട സ്ഥലത്ത് കൊണ്ടുവന്നിട്ടൊരു കെട്ടിടമുണ്ടാക്കി അവിടെ കുറേ കള്ളു കൊണ്ടുവച്ച് ലോകത്തെങ്ങുമില്ലാത്ത വില വാങ്ങി നമുക്ക് അടുക്കാൻ പറ്റാത്ത വിലയാണ്. അവർ ചോദിക്കും നിങ്ങളെന്തിനാണ് കുടിക്കുന്നതെന്ന്. എന്തിനാണ് കുടിക്കുന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ പിന്നാലെ വരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ആർക്കും പറ്റില്ല. അപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ഈ ലോകത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്. അത്തരക്കാർക്ക് മദ്യം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് വളരെ വ്യാപകമായിട്ട് യുവാക്കൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം അവർക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ലഹരിയാണത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ മദ്യം റീസണബിളായിട്ടുള്ള വിലയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ MDMAയുടെ ഉപയോഗം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. MDMA എന്ന് പറയുന്ന സാധനത്തിൻ്റെ വ്യാപനം തടയാൻ നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് പരിപാടി നടത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇതിൻ്റെ സോഴ്സാണ് നിങ്ങൾ തടയേണ്ടത്. ഈ സോഴ്സിനെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ഈ MDMA എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മരുന്നാണ്. ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ കോമ്പിനേഷൻ അറിയാവുന്ന ഏത് ഫാർമസിക്കും ഇതുണ്ടാക്കാൻ പറ്റും. അവരത് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഗുളികയുടെ പാക്കറ്റിലിട്ട് ഇതവിടെ വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിനെ കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഒന്നുകിൽ ഫാർമസികളുടെ മേൽ ശക്തമായിട്ടുള്ള കൺട്രോൾ വേണം. അത് നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യത്തുടനീളം ഒരുപാട് ഫാർമസികളുണ്ട്. ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവർക്ക് പോയിട്ട് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒന്നും പറ്റില്ല. അതുകൂടാതെ തട്ടിപ്പ് ഫാർമസികൾ നടക്കുന്നുണ്ട്. അതായത് രണ്ടാം നമ്പർ മരുന്നുണ്ടാക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുടനീളമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അതില്ലാതാക്കാൻ നമ്മുടെ സർക്കാരിന് പറ്റുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ വ്യാപനം തടയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 പേരെ MDMA കൈവശം വെച്ചു എന്നും പറഞ്ഞ് പിടിച്ചു. അത് കഴിയുന്ന തന്നെ അടുത്ത 10 പേര് വരും, വീണ്ടും 100 പേര് വരും. കാരണം സാധനം അവൈലബിൾ ആണ്. സാധനം മാർക്കറ്റിൽ എത്തുന്നുണ്ട്, അതിവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഉപയോഗം തടയണമെന്നുണ്ടെങ്കിൽ ബദലായിട്ട് അതിനേക്കാൾ അപകടം കുറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ മദ്യം വിറ്റ് കഴിഞ്ഞാൽ സർക്കാരിന് അതിൽ നിന്ന് റവന്യൂ എങ്കിലും കിട്ടും. MDMA കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഭാവിയും തകരും, സർക്കാരിന് റവന്യൂ കിട്ടില്ല. മദ്യം പോലെയല്ല MDMA, അത് വളരെ ഡേഞ്ചറസ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധനത്തിൻ്റെ ഉപയോഗം തടയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ യുവാക്കൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പിന്നാലെ പോകാതെ അല്പം കൂടി സേഫായിട്ടുള്ള മദ്യം കഴിച്ചോട്ടെ എന്ന് കരുതി സർക്കാർ ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ അതിന് തുരങ്കം വെക്കാൻ വരുന്ന ഇവർക്കാർക്കും തന്നെ അതേക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം. VM സുധീരൻ എന്ന് പറയുന്ന സാധനത്തിന് കോൺഗ്രസ് പാർട്ടി ഈ UDF സർക്കാരിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ പോലും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളരെ വലിയ ഒരു സൗഭാഗ്യമാണ് ഇദ്ദേഹം തകർത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണത്തുടർച്ച നമ്മുടെ കേരളത്തിന് നൽകുമായിരുന്ന നേട്ടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിയ വ്യക്തിയാണ് ഇപ്പോൾ VD സതീശൻ്റെ പിന്നാലെ വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ചപ്പോൾ ഇവിടെ ആൾക്കാർ മദ്യപിക്കുന്നുണ്ടോ, കഞ്ചാവ് പിടിക്കുന്നുണ്ടോ, മയക്കുമരുന്ന് കഴിക്കുന്നുണ്ടോ, ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ഓർത്തഡോക്സ് സഭയ്ക്കും വിഷയമായിരുന്നില്ല, സുധീരനും വിഷയമായിരുന്നില്ല. ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ്റെ അടുക്കൽ കളി നടക്കില്ല, സതീശൻ്റെ അടുക്കൽ കളി നടക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. നടക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, സർക്കാർ ഉചിതമെന്ന് കരുതിയെടുക്കുന്ന തീരുമാനങ്ങൾ ധൈര്യപൂർവ്വം നടപ്പിലാക്കണം. ഇവിടുത്തെ സാധാരണക്കാരെയാണ് നിങ്ങൾ നോക്കേണ്ടത്, പ്രമാണിമാരെ അല്ല. പ്രമാണിമാർക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. അതിനാണെങ്കിൽ അവർ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. യേശുക്രിസ്തു സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം ജീവിച്ച് അദ്ദേഹം വെള്ളം വീഞ്ഞാക്കി കൊടുത്തു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ഒപ്പം നടന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തിരുമേനിമാരും അല്ലെങ്കിൽ പുരോഹിതന്മാരും ഒക്കെ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് സാധാരണക്കാരന് പോലും ആക്സസ് ഇല്ല. അവർ വലിയ വണ്ടികളിൽ വരുന്നു, വലിയ വണ്ടികളിൽ പോകുന്നു, ഇലൈറ്റ് ക്ലബ്ബുകളിൽ സംസാരിക്കുന്നു. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ, നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാ, സുധീരനും അറിഞ്ഞുകൂടാ. പക്ഷേ VD സതീശൻ അറിയാം, ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള പല മന്ത്രിമാർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കേണ്ടത് ജനങ്ങളുടെ താല്പര്യമാണ്. ജനങ്ങളെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ഇവിടെ മദ്യം വില കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുടിയന്മാരുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് യാതൊരു അർത്ഥവുമില്ല. മദ്യത്തിൻ്റെ വില കുറച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ രക്ഷപ്പെടും. ഇപ്പോൾ 1000 രൂപ കുടിക്കാൻ കൊടുക്കുന്ന ഒരുത്തന് 500 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാക്കി 500 രൂപ അവൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ കുടുംബത്തിൽ ഭദ്രത ഉണ്ടാകും. ഇപ്പോൾ കിട്ടുന്ന പണം മുഴുവൻ കൊണ്ടുവന്ന് കള്ളു കുടിക്കാൻ കൊടുക്കുകയാണ്. കാരണം മുടിഞ്ഞ വിലയാണ്, അവൻ കുടിച്ച് ശീലിച്ചും പോയി. അപ്പോൾ സർക്കാർ തീർച്ചയായിട്ടും വീര്യം കൂടിയ മദ്യത്തിൻ്റെയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെയും വില കുറയ്ക്കുന്നത് പരിഗണിക്കണം. ഈ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഒരൊറ്റ തീരുമാനത്തോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. അത് സലീം കുമാറിൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കുമെന്നതാണ്. ഒരു സ്മാരകം ഉണ്ടാക്കാൻ തക്ക യാതൊരു യോഗ്യതയും സലീം കുമാറിനില്ല. അദ്ദേഹത്തെക്കാൾ യോഗ്യതയുള്ള ഒരുപാട് വ്യക്തികളിവിടെയുണ്ട്. സ്വാമി നിർമ്മലാനന്ദഗിരിയെ പോലെയുള്ളൊരു മഹാത്മാവിനെ അധിക്ഷേപിച്ച ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നിരിക്കാം, അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പണിയേണ്ട കാര്യമില്ല. അതിനേക്കാളൊക്കെ യോഗ്യതയുള്ള ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, ഈ സ്മാരകം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ആ പണം, അതിന് മുടക്കുന്ന പണമെടുത്ത് ഇവിടെ വീടില്ലാത്ത 10 പാവപ്പെട്ട ആൾക്കാർക്ക് സലീം കുമാറിൻ്റെ പേരിൽ തന്നെ വെച്ച് കൊടുത്തു എന്നാലും കുഴപ്പമൊന്നുമില്ല. സലീം കുമാറിൻ്റെ പേരിൽ ഞങ്ങൾ 10 പേർക്ക് 10 വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, സ്മാരകത്തിൻ്റെ ആവശ്യമല്ല. ബാക്കി സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും നല്ലത് തന്നെയാണ്. അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇത്തരക്കാരുടെ, ഈ കപട സദാചാരവാദികളുടെ, ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാത്ത ഇവരുടെ ഒന്നും അഭിപ്രായം കേട്ട് യാതൊരു തീരുമാനവും സർക്കാർ എടുക്കരുത്. എടുക്കുന്ന തീരുമാനം നല്ലതാണെന്നുണ്ടെങ്കിൽ സധൈര്യം നടപ്പിലാക്കണം. ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ കാണും. താങ്ക് യു.